السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഖാളി അയ്യാദ് റഹിമഹുല്ലാ അവരുടെ കിതാബു ഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ നിന്ന് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്തിൽ നിന്നുള്ള രണ്ട് അധ്യായങ്ങൾ. അതിലൊരു അധ്യായം അൽ ഫസ്ലുർ റാബിഅ അലാമത്തു മുഹബ്ബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യായം 4 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഹുബ്ബിന്റെ അടയാളം. يعلم أن من أحب شيئا آثره وآثر موافقته وإلا لم يكن صادقا في حبه وكان مدعيا. يعلم അറിയണം أن من أحب شيئا ഏതൊന്നിനെ ഒരാൾ സ്നേഹിക്കുന്നുവോ അങ്ങനെ സ്നേഹിക്കുന്നയാൾ ആസറഹു അതിന് മുൻഗണന നൽകും, ആസറ മുവാഫഖതഹു അതിനോട് യോജിച്ചു പോകാനും മുൻഗണന അല്ലെങ്കിൽ പ്രിഫറൻസ് കാണിക്കും. ഇല്ല അങ്ങനെയല്ല അയാളെങ്കിൽ ലം യകുൻ സ്വാദിഖൻ ഫീ ഹുബ്ബിഹി അയാളുടെ ഇഷ്ടം ഹുബ്ബിൽ സത്യസന്ധനല്ല എന്നതാണ്. വകാന മുദ്ദഇയൻ അയാൾ അവകാശവാദിയാണ്. സ്നേഹിക്കുന്നു എന്ന് വെറുതെ അവകാശവാദം പറയലാണ് മാത്രമാണ്, അങ്ങനെ പറയുന്നവൻ മാത്രമാണ്. ഫസ്വാദിഖു ഫീ ഹുബ്ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുബ്ബ് ചെയ്യുക, ഇഷ്ടപ്പെടുക എന്ന വിഷയത്തിൽ സത്യസന്ധനായ വ്യക്തി മൻ തദ്ഹറു അലാമത്തു ദാലിക അലൈഹി അതിന്റെ അടയാളം അവനിൽ വെളിവാകുന്ന ആരാണോ അയാളാണ്. എന്ന് പറഞ്ഞാൽ നബിയോടുള്ള സ്നേഹം, ഞാൻ നബിയെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിയാ കാണിക്കുക എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അയാളുടെ ജീവിതം ദർശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ സ്നേഹിക്കുന്നു എന്ന് വെളിവാകും, വ്യക്തമാകും എന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്, ഓരോ അടയാളങ്ങളായിട്ട്. ഖാളി അയ്യാദ് റഹിമഹുല്ലാ അവറുകൾ അവ്വലുഹ അതിലൊന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വ്യക്തി ഒന്നാമതായിട്ട് അയാളിൽ ഉണ്ടാകും എന്താണ്? അൽ ഇഖ്തിദാഉ ബിഹി വ ഇസ്തിഅമാലു സുന്നത്തിഹി വ ഇത്തിബാഉ അഖ്വാലിഹി വ അഫ്ആലിഹി وامتثال أوامره واجتناب نواهيه والتأدب بآدابه في عسره ويسره ومنشطه ومكرهه. وأولها അതിലൊന്നാമത്തെ കാര്യം ഇഖ്തിദാഉ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തിദാഉ ചെയ്യുക, പിന്തുടരുക, മാതൃകയാക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്വത്താക്കുക എന്നതാണ്. വസ്തിഅമാലു സുന്നത്തിഹി ആ നബിയുടെ ചര്യ സുന്നത്ത് പ്രയോഗവൽക്കരിക്കുക, പ്രയോഗത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നതാണ്. വത്തിബാഉ അഖ്വാലിഹി വ അഫ്ആലിഹി നബിയുടെ അഖ്വാല് വചനങ്ങളും നബിയുടെ അഫ്ആല് പ്രവൃത്തികളും പിന്തുടരുക എന്നതുമാണ്. വംതിസാലു അവാമിരിഹി നബിയുടെ കൽപ്പനകൾ പാലിക്കുക എന്നതും വജിത്തിനാബു നവാഹിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച നിരോധനങ്ങൾ അതിനെ വെടിയലും ആണ്. നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. വത്തഅദ്ദുബു ബിആദാബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദബുകൾ, അവിടുത്തെ മര്യാദകൾ അത് പ്രകാരം പ്രവർത്തിക്കുക, അത് പാലിക്കുക എന്നതാണ്. എപ്പോ നമുക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, ഫി ഉസ്രിഹി വ യുസ്രിഹി അവന്റെ ഉസ്ര് പ്രയാസത്തിലും യുസ്ര് എളുപ്പത്തിലും, വ മൻഷതിഹി വ മക്റഹിഹി അവന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമില്ലാത്തപ്പോൾ, ചിലപ്പോൾ അവന്റെ ശരീരച്ഛ അതിനോട് വിലങ്ങായിരിക്കാം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അദബുകൾ പാലിക്കുക എന്നതാണ്. വശാഹിദു ഹാദാ ഖൗലുഹു തആല ഇതിന് സാക്ഷ്യം അല്ലാഹുവിന്റെ വചനമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക. യുഹ്ബിബുകുമുല്ലാഹ് എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് സൂറത്ത് ആലി ഇംറാൻ 31-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈസാറു മാ ശറഅഹു വ ഹദ്ദ അലൈഹി അലാ
ഹവാ നഫ്സിഹി വ മുവാഫഖതി ഷഹ്വതിഹി വ ഈസാറു, മുൻഗണന നൽകലാണ്. മാ ഷറഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഅക്കിയ, നിയമമാക്കിയ കാര്യങ്ങൾക്ക്, വഹദ്ദ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾക്കും എന്തിനേക്കാൾ മുൻഗണന നൽകുക? അലാ ഹവാ നഫ്സിഹി, അയാളുടെ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛ, ശരീര ഇച്ഛയേക്കാൾ, വ മുവാഫഖതി ഷഹ്വതിഹി, അവന്റെ താല്പര്യങ്ങൾ യോജിക്കുന്നതിനേക്കാൾ. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ശരീര ഇച്ഛ അത് ആഗ്രഹിക്കുന്നതൊന്നായിരിക്കാം. പക്ഷെ അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഷറഅക്കിയത്, അവിടെ നിന്ന് എന്താണോ പ്രോത്സാഹിപ്പിച്ചത്, അതിന് പ്രിഫറൻസ് കൊടുക്കുക, അതിന് മുൻഗണന കൊടുക്കുക. അങ്ങനെയുള്ളവനാണ് നബിയെ ഇഷ്ടപ്പെടുന്നവൻ. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. സൂറത്തുൽ ഹഷ്ർ 9-ാമത്തെ ആയത്തിൽ വല്ലദീന തബവ്വഉ الدار والإيمان, വല്ലദീന തബവ്വഉ, സൗകര്യപ്പെടുത്തിയവർ, സ്വീകരിച്ചവർ, അദ്ദാറ, വീടിന്, ഈമാന, ഈമാനിനെയും സത്യവിശ്വാസത്തെയും, സത്യവിശ്വാസവും വാസസ്ഥലവും സ്വീകരിച്ചു വെച്ചവർ, അതായത് അൻസാറുകൾ, മുഹാജിറുകൾക്ക് മുമ്പായിട്ട്, മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ത്യാഗം സഹിച്ച് ഹിജറ പോയ മുഹാജിറുകൾക്ക് മുമ്പേ മദീനയിൽ വാസസ്ഥാനവും അവിടെ സത്യവിശ്വാസവും സ്വീകരിച്ച് തയ്യാറായി നിന്ന ആളുകൾ, അൻസാറുകൾ, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്ത് പലായനം ചെയ്തു വന്നവരെ, അതായത് നബിയെയും സഹാബാക്കളെയും മറ്റു മുഹാജിറുകളായ മറ്റു സഹാബാക്കളെയും. വലാ യജിദൂന ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവർ എത്തിക്കുന്നില്ല, അവർക്ക് അവരുടെ ഹൃദയങ്ങളിലില്ല എന്ത്? ഹാജത്തൻ, ഒരു ആവശ്യവും, മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടത്. അപ്പോൾ വയുസിറൂന അലാ അൻഫുസിഹിം, അവർ അവരുടെ സ്വന്തം നഫ്സുകളെക്കാൾ മുൻഗണന നൽകുന്നു. ആർക്ക് മുൻഗണന നൽകുന്നു? അൻസാറുകൾ, അല്ല സഹാബികൾ, മുഹാജിറുകളായ സഹാബികൾക്ക്, അവർക്ക് അവരുടെ അടുത്തേക്ക് ഹിജറ ചെയ്തു വന്നവർക്ക്. വലൗ കാന ബിഹിം ഖസാസ, അവർ ദാരിദ്ര്യത്തിലാണ്, അവർ ആവശ്യക്കാരാണ് എങ്കിൽ പോലും. 3, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിന്റെ 3-ാമത്തെ അടയാളം ഇസ്ഖാതുൽ ഇബാദി, അടിമകളുടെ കോപം വരിക്കലാണ്. ഫീ റിളല്ലാഹി തആല, അല്ലാഹുവിന്റെ തൃപ്തിയിൽ, എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൃപ്തി നേടേണ്ട വിഷയത്തിൽ. അവിടെ അടിമകൾക്ക്, ചുറ്റുപാടുമുള്ള ആളുകൾക്ക്, ചിലപ്പോൾ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഒക്കെ അത് അവരുടെ കോപം വരുത്തി വെക്കുന്ന പ്രവൃത്തിയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി എന്താണോ അത് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുക. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, റവാഹു തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബുനയ്യ, കൊച്ചുമകനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് പ്രഭാതമാക്കാനും അത് നേരം വെളുക്കാനും വൈകുന്നേരമാക്കാനും സാധിക്കുമെങ്കിൽ, ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ, ഒരാളോടും ഒരു വെറുപ്പ്, ഒരു വഞ്ചന ഒന്നുമില്ലാതെ നിനക്ക് നേരം വെളുക്കാനും നേരം പ്രദോഷമാകാനും നിനക്ക് സാധിക്കുമെങ്കിൽ ഫഫ്അൽ, നീ അപ്രകാരം ചെയ്യുക. തുമ്മ ഖാല ലി, എന്നിട്ട് എന്നോട് ഇപ്രകാരം നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബുനയ്യ, എൻ്റെ കൊച്ചുമാനെ, വദാലിക മിൻ സുന്നത്തി, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്, എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നത്തി, എൻ്റെ ചര്യയെ ആര് ജീവിപ്പിച്ചുവോ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, ആരൊരുത്തൻ എന്നെ ഇഷ്ടപ്പെട്ടുവോ, കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ഫമൻ ഇത്തസഫ ലി ഹാദിഹി സുഫത്തി, അപ്പോൾ ഈ വിശേഷണങ്ങൾ ആർക്കുണ്ടോ എങ്കിൽ ഫഹുവ, അവൻ കാമിലുൽ മഹബ്ബത്തിലില്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ പൂർണ്ണനാണ്. വമൻ ഖാലഫഹാ ഫി ബഅദി ഹാദിഹിൽ ഉമൂർ, ഈ ഇതിൽ ചില കാര്യങ്ങളിൽ ആര് എതിരായോ, ഫഹുവ നാഖിസുൽ മഹബ്ബത്തി, അവന് മഹബ്ബത്തിൽ ന്യൂനത സംഭവിച്ചവനാണ്.
പക്ഷെ മഹബത്ത് ഉണ്ട് എന്നതിൽ അവൻ പുറത്തു പോകൂല. പറഞ്ഞാല് അള്ളാഹുവിനോട് റസൂലിനോട് മഹബത്ത് ഇല്ലാത്ത ആളാണ് എന്ന് ഇതിലേതെങ്കിലും ഒരു സിഫത്ത് ഇല്ല എന്നതുകൊണ്ട് മാത്രം അവനെ പറ്റി പറയില്ല. ഇതിന് തെളിവ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഇല്ലദീ ഹദ്ദഹു ഫിൽ ഖംറി, കള്ളിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ വിഷയത്തിൽ ഹദ് നൽകപ്പെട്ട, ശിക്ഷ നൽകപ്പെട്ട ഒരു വ്യക്തിയുടെ ഫലാനഹു ബഅദുഹും വഖാൽ, അങ്ങനെ മദ്യപാനത്തിന് ശിക്ഷ നൽകപ്പെട്ട വ്യക്തിയോട് അയാളെ പറ്റി ചില സഹാബാക്കൾ പറഞ്ഞു, മാ അക്സറ മാ യൂതാബിഹി, ഇയാളെ എത്ര തവണയാണ് കൊണ്ടുവരപ്പെട്ടത് എന്ന്, എത്ര തവണയാണ് ഇയാൾ മദ്യപിച്ചിട്ട് ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്ന്. ഫഖാല അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽഅൻഹു ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. ലാ തൽഅൻഹു, നിങ്ങൾ അയാളെ ശപിക്കരുത്, കാരണം അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അപ്പൊ അവിടെ കള്ളു കുടിക്കുക എന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങളുമായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയുമായോ ബന്ധപ്പെട്ടതല്ല, അതിന് എതിരാണ്. എന്നിരുന്നാൽ പോലും അടിസ്ഥാനപരമായി അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ആ വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരെ ശപിക്കല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അവരെ ഉപദേശിക്കുകയും ചെയ്യാം. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തുള്ള വ്യക്തിയുടെ നാലാമത്തെ അടയാളം, വമിൻ അലാമാതി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കസറത്തു ദിക്രിഹി ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ള സ്മരണ വർദ്ധിപ്പിക്കുക എന്ന്. ഫമൻ അഹബ്ബ ഷൈഅൻ, അപ്പൊ ആരൊരുത്തൻ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടുവോ അക്സറ മിൻ ദിക്രിഹി, അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ ധാരാളമായി അവനുണ്ടാവും എന്നതാണ്. അതല്ലാതെ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒന്നും ആവില്ല. വമിൻഹാ കസറത്തു ഷൗഖിഹി ഇലാ ലിഖാഇഹി, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയുള്ള കൊതി എന്നത്, അത് വർദ്ധിപ്പിക്കുവാൻ. ഫകുല്ലു ഹബീബിൻ യുഹിബ്ബു ലിഖാഅ ഹബീബിഹി, അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും, ഒരു ഹബീബ്, അയാൾ ഇഷ്ടപ്പെടുന്ന ഹബീബ് ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണാൻ കൊതിക്കുന്നു എന്നതൊരു സത്യമാണല്ലോ. വഫീ ഹദീസിൽ അശ്അരിയീന ഇൻദ ഖുദൂമിഹിം അൽ മദീന, അശ്അരികൾ മദീനയിലേക്ക് വരുമ്പോൾ അതേ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, അന്നഹും കാനൂ യർതജിസൂൻ, അവരിങ്ങനെ പാട്ടുപാടി പ്രകമ്പനം കൊള്ളിച്ചു വരുമായിരുന്നു മദീന എത്താൻ സമയത്ത്. മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. എന്നിങ്ങനെ, അതായത് ഞങ്ങളുടെ പ്രിയങ്കരരെ ഞങ്ങൾ നാളെ കണ്ടുമുട്ടും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളെയും എന്ന്. വതഖദ്ദമ ഖൗലു ബിലാൽ, ബിലാൽ റളിയല്ലാഹുവിന്റെ വാക്ക് മുമ്പ് കഴിഞ്ഞു പോയതാണ് പറഞ്ഞത്. വമിത്ലുഹു ഖാല അമ്മാർ ഖബ്ല ഖത്ലിഹി, അമ്മാർ ബിൻ യാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വധിക്കുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വചനങ്ങൾ, അതിനെപ്പറ്റി അടിക്കുറിപ്പിൽ വിശദീകരിച്ചത് കാണാം. ഇത് കിതാബിലുള്ളതല്ല, അടിക്കുറിപ്പായിട്ട് വന്നിട്ടുള്ളത്. ഖതലഹു അഹ്ലുശ്ശാം, അമ്മാർ ബിൻ യാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയെ ഷാമുകാർ വധിച്ചു. ഇത് കാന യുഖാതിലു മഅ അലി ബിൻ സിഫീൻ, അലി റളിയല്ലാഹുവിനോടൊത്ത് സിഫീൻ യുദ്ധത്തിൽ പോരാടുകയായിരുന്നു അദ്ദേഹം. വകാന മഖ്തലുഹു സനത 36 ഫീമാ റവാഹു ഇബ്നു സലമ ഖാൽ, ഇനി അദ്ദേഹത്തിന്റെ വധം, അദ്ദേഹം ഷഹീദായത് സനത 36 36ാമത്തെ വർഷമായിരുന്നു ഹിജറ. ഇബ്നു സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാം. ഖാല, അദ്ദേഹം പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ അമ്മാർ യൗമ സിഫീന വഖദ് ഇസ്തസ്ഖ, സിഫീൻ യുദ്ധത്തിൽ, സിഫീൻ ദിവസം അമ്മാർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഞാൻ നോക്കുന്നത് പോലെയുണ്ട്, അത് ഞാനിങ്ങനെ കണ്ണിൽ കാണാൻ. വഖദ് ഇസ്തസ്ഖ, അദ്ദേഹം വെള്ളം ചോദിച്ചു. ഫഅതതുഹു ഇംറഅത്തുൻ ബിശുർബത്തിൻ മിൻ ലബനിൻ, അപ്പോ ഒരു സ്ത്രീ പാലുമായിട്ട്
ഒരു കവൽ പാലുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഫശരിബഹ, അപ്പൊ അദ്ദേഹം അത് കുടിച്ചു. ഖാൽ, എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽയൗമ അൽഖൽ അഹിബ്ബ, ഇന്ന് ഞാൻ പ്രിയങ്കരരെ കാണും എന്ന് പറയാൻ മരിക്കാൻ പോവാണ് അദ്ദേഹം. അപ്പൊ നബിയും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന കാര്യമാണ് പറയുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹിദ ഇലയ്യ, തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അന്ന ആഖിറ ശുർബത്തിൻ അശ്റബുഹാ മിന ദുനിയ ശുർബത ലബനിൻ, അതായത് അന്ന ആഖിറ ശുർബത്തിൻ അശ്റബുഹ, ഞാൻ കുടിക്കുന്ന അവസാനത്തെ കുടി എന്തായിരിക്കും, അത് ദുനിയാവിൽ നിന്ന്, മിന ദുനിയ ശുർബത്തു ലബനിൻ, പാൽ ആയിരിക്കുമെന്ന്. സുമ്മ ഖാതല, പിന്നെ അദ്ദേഹം പോരാടി, ഹത്താ ഖുതില, അദ്ദേഹം വധിക്കപ്പെടുന്നത് വരെ റളിയല്ലാഹു അൻഹു. വമാ ദക്കർനാഹു മിൻ ഖിസ്സത്തി ഖാലിദ് ഇബ്നു മഅദാൻ, പ്രകാരം തന്നെ ഖാലിദ് ഇബ്നു മഅദാന്റെ ചരിത്രത്തിലും ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബിന്റെ പ്രയോഗങ്ങൾ കാണാം എന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളങ്ങൾ തുടർന്ന് പറയാണ്, വമിൻ അലാമാതിഹി മഅ കസറതി ദിക്രിഹി തഅദീമുഹു ലഹു വതൗഖീറുഹു ഇൻദ ദിക്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായിട്ട് ഓർക്കുമെന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ ഉള്ള ആദരവും ബഹുമാനവുമാണ്. വയദ്ഹാറുൽ ഖുശൂഇ വൽ ഇൻകിസാരി മഅ സമാഇ ഇസ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഉള്ള ഭയഭക്തിയും ഇൻകിസാർ ഒക്കെയാണ്, വിനയമൊക്കെയാണ്. വഖാലി ഇസ്ഹാഖ് അത്തുജീബി, ഇസ്ഹാഖ് അത്തുജീബി എന്നിവർ പറഞ്ഞു, കാന സ്വഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അദ്ദേഹത്തിന്റെ കാലശേഷം, അവിടുത്തെ കാലശേഷം, ലാ യദ്കൂനഹു ഇല്ലാ ഖശഉ വഖശഅറത് ജുലൂദുഹും വബക്കൗ, അവർ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഭയത്തോട് ആദരവോടുകൂടിയും അവരുടെ ജുലൂദ്, അവരുടെ ത്വരികൾ പ്രകമ്പനം കൊണ്ടും ചർമ്മങ്ങൾ എടുത്തിടിച്ച്, പിന്നെ രോമം എടുത്തുപിടിക്കാന്നൊക്കെ പറയാം നമ്മള്, അപ്രകാരവും അവർ കരഞ്ഞുകൊണ്ടും അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കാറില്ലായിരുന്നു. കദാലിക കസീറുൻ മിന താബിഈന മിൻഹും, അപ്രകാരം തന്നെ താബിഈങ്ങളും താബിഈങ്ങളുടെ അധിക പേരും മഹബ്ബതൻ ലഹു വശൗഖൻ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്താൽ, വമിൻഹും മൻ യഫ്അലുഹു തഹയ്യുഅൻ വതൗഖീറ, ആദരവ് മൂലം അങ്ങനെ ചെയ്യുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന്. അടുത്തത് വമിൻഹ മഹബ്ബതുഹു ലിമൻ അഹബ്ബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമൻ, അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വമിൻഹ മഹബ്ബതുഹു, അവന്റെ ഇഷ്ടം അവൻ അതിൽപ്പെട്ടതാണ്, അതായത് നബിയെ ഇഷ്ടപ്പെടുന്നതിന്റെ അങ്ങനെയുള്ളവന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ലിമൻ മഹബ്ബതുഹു ലിമൻ അഹബ്ബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലും കറക്റ്റിനെയാണ്. വമൻ ഹു ബിസബബിഹി മിൻ ആലി ബൈതിഹി വസഹാബതിഹി മിനൽ മുഹാജിരീന വൽ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കുടുംബം, സ്വഹാബ, മുഹാജിറുകൾ, അൻസാറുകൾ, ഇവരൊക്കെ ഇഷ്ടപ്പെടുക. വഅദാവതു മൻ ആദാഹും, അവരെ അവിടെ ശത്രുത പുലർത്തിയോട് ശത്രുത പുലർത്തുക. അബൂദു മൻ അബ്ഗദഹും വസബ്ബഹും, അവരെ ചീത്ത പറഞ്ഞവര്, അവരോട് വിരോധത്തിലായവര്, അവരെ വെറുക്കുക എന്നത്. ഫമൻ അഹബ്ബ ശൈഅൻ അഹബ്ബ മൻ യുഹിബ്ബു, ആരൊരുത്തൻ ഒന്നിനെ ഇഷ്ടപ്പെട്ടുവോ അത് ഇഷ്ടപ്പെടുന്നതിനെയും അവൻ ഇഷ്ടപ്പെടും എന്നതാണ്. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹസൻ വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ, അല്ലാഹുവേ ഞാൻ ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നു, അതിനാൽ നീ ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടണേ എന്ന്. ഫീ റിവായത്തി മിനൽ ഫിൽ ഹസൻ, ഹസൻ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഉഹിബ്ബുഹു, നിശ്ചയം ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഹസൻ എന്നവരെ, ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹു, അതുകൊണ്ട് ഇവനെ ഇഷ്ടപ്പെടുന്നവനെ നീയും ഇഷ്ടപ്പെടുന്നേ എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഖാല മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസൻ ഹുസൈൻ എന്നിവരെ ആര് ഇഷ്ടപ്പെട്ടുവോ അവർ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. വമൻ അബ്ഗദഹുമാ ഫഖദ് അബ്ഗദനി, ആരൊരുത്തൻ
അവൻ രണ്ടുപേരെയും വെറുത്തുവോ? അവൻ എന്നെ വെറുത്തു. വമൻ അബ്ഗദനി ഫഖദ് അബ്ഗദല്ലാഹ്. ആരൊരുത്തൻ എന്നെ വെറുത്തുവോ അവനെ അള്ളാഹു വെറുത്തു എന്ന്. വഖാല ഫീമാ റവാഹു തിർമിദി. തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, അല്ലാഹു ഫി അസ്ഹാബി. എന്റെ സഹാബാക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയക്കുക. ലാ തത്തഖിദൂഹും ഗറദൻ. നിങ്ങൾ എൻ്റെ സഹാബാക്കളെ അവരെ വറലാക്കരുത്, ലക്ഷ്യപ്പലകയാക്കരുത്. എന്ന് പറഞ്ഞാൽ അവരെ വിമർശന സ്വരങ്ങൾ അവർക്കെതിരെ എയ്യരുത്, അവരെ നിങ്ങൾ ശത്രുക്കളാക്കരുത് എന്നതൊക്കെയാണ്. ബാദി എനിക്ക് ശേഷം ഫമൻ അഹബ്ബഹുമാ ഫബിഹുബ്ബി അഹബ്ബഹും. ഫമൻ അഹബ്ബഹുമാ എന്നല്ല, ഫമൻ അഹബ്ബഹും എന്നാണ് അവിടെ വരേണ്ടത്. ആര് അവരെ ഇഷ്ടപ്പെട്ടുവോ, സഹാബാക്കൾ, എൻ്റെ സഹാബാക്കൾ ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ അവനെ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടും. വമൻ അബ്ഗദഹും ഫബിബുഗ്ദി അബ്ഗദഹും. ആര് എൻ്റെ സഹാബാക്കളെ വെറുത്തുവോ എൻ്റെ വെറുപ്പ് കൊണ്ട് ഞാൻ അവരെ വെറുക്കും. വമൻ ആദാഹും ഫഖദ് ആദാനി. ആര് അവരെ ബുദ്ധിമുട്ടിച്ചുവോ അവർ എന്നെ ബുദ്ധിമുട്ടിച്ചു. വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. ആര് എന്നെ ബുദ്ധിമുട്ടിച്ചുവോ അവൻ അള്ളാഹുവിനെ ബുദ്ധിമുട്ടിച്ചു. വമൻ ആദല്ലാഹ യൂഷികു അൻ യഖുദഹു. അള്ളാഹുവിനെ ആര് ബുദ്ധിമുട്ടിച്ചുവോ, ഉപദ്രവിച്ചുവോ, ആർക്കും അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതൊരു മജാസിയായി പറയണത്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ വെറുക്കുക, അവരെ ഉപദ്രവിക്കുക എന്നത് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നത് തുല്യാണെന്നുള്ളതാണ്. യൂഷിക്കു അൻ യഖുദഹു. അള്ളാഹു അവനെ ശിക്ഷിക്കാൻ മതി എന്ന്, പിടികൂടാൻ അടുത്തിരിക്കുന്നു എന്ന്. വഖാല ഫീ ഹദീസിൻ റവാഹുൽ ബുഖാരി വഗൈറുഹു. ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഫി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ബവാതും മിന്നി. അവർ എന്നിൽ നിന്നുള്ള എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന്. യുഗ്ളിബുനി മാ അഗ്ളബഹ. അവരെ കോപിപ്പിക്കുന്നത് എന്നെ കോപിപ്പിക്കും എന്ന്, ദേഷ്യപ്പെടുത്തുമെന്ന്. വഖാല ഫീ ഹദീസിൻ റവാഹു തിർമിദി അൻ ആയിഷത വഹസനഹു. തിർമിദി റിപ്പോർട്ട് ചെയ്യും, അദ്ദേഹം ഹസനായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള, ഹുക്മ ചെയ്യുകയും ചെയ്തിട്ടുള്ള സ്വീകാര്യമായ ഹദീസിൽ ഇങ്ങനെ വിശ്വാസം പറഞ്ഞതായിട്ട് കാണാം. ലി ആയിഷത, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫീ ഉസാമത്ത ബിൻ സൈദ്. ഉസാമത്ത് ബിൻ സൈദിന്റെ വിഷയത്തിൽ അഹിബ്ബിഹി ഫഇന്നി ഉഹിബ്ബുഹു. അഹിബ്ബിഹി, ഇവനെ നീ ഇഷ്ടപ്പെടൂ, കാരണം ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു എന്ന്. വഖാല ഫീമാ റവാഹു ഷെയ്ഖാനി, അതായത് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാരി വആയത്തുൽ നിഫാഖി ബഗ്ദുഹും. ആയത്തുൽ ഈമാനി, ഈമാന്റെ സത്യവിശ്വാസത്തിന്റെ അടയാളമാണ് ഹുബ്ബുൽ അൻസാരി, അൻസാറുകളെ സ്നേഹിക്കുക എന്ന്. വആയത്തുൽ നിഫാഖി, കപടതയുടെ അടയാളമാണ് ബഗ്ദുഹും, അവരെ വെറുക്കുക എന്നത്. വഫീ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഹദീസിൽ കാണാം, അഖ്റജഹുൽ ബൈഹഖി ഫി ദലായിലിഹി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അഹബ്ബൽ അറബ ഫബിഹുബ്ബി ഉഹിബ്ബുഹും വമൻ അബ്ഗദഹും ഫബിബുഗ്ദി അബ്ഗദുഹും. ആരൊരുത്തൻ അറബികളെ ഇഷ്ടപ്പെട്ടുവോ എൻ്റെ ഹുബ്ബ് കൊണ്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടും. ആരൊരുത്തൻ അറബികളെ വെറുത്തുവോ എൻ്റെ കോപം കൊണ്ട് ഞാൻ അവരെ വെറുക്കും, എൻ്റെ വെറുപ്പ് കൊണ്ട് ഞാൻ അവരെ വെറുക്കും എന്ന്. അപ്പോൾ അബൂജഹലിനെ ഇഷ്ടപ്പെടണമെന്നല്ല പിന്നെ അർത്ഥം. അബൂജഹൽ അറബിയാണല്ലോ. വിശ്വാസികളായിട്ടുള്ള, സത്യവിശ്വാസികളായിട്ടുള്ള അറബികൾ, അവര് അറബികളാണ് എന്നതുകൂടി പരിഗണിക്കപ്പെടുക എന്നതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയായിരുന്നു. അപ്പോൾ അറബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമ്മളും അവരെ ഇഷ്ടപ്പെടുക എന്നതാണ്. അതേസമയം ഒരു അറബിക്ക് അടിസ്ഥാനപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായിട്ട് പറഞ്ഞ റിപ്പോർട്ടിൽ കാണാം, ഒരു അറബിക്ക് ഒരു അജമിയേക്കാൾ, ഒരു കറുത്തവന്, ഒരു വെളുത്തവന് ഒരു കറുത്തവനേക്കാൾ ഒരു ഫضل, ഒരു ശ്രേഷ്ഠതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ ഇതൊക്കെ കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മളെന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതാണ് അറബി ഭാഷ, അറബ് സമൂഹത്തെ. ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാം,
അവരെ ഇഷ്ടപ്പെടുക എന്നതാണ്. കാരണം അവർ ചെയ്യുന്ന പിന്നെ തമ്മാടിത്തരം ചെയ്യുന്ന അറബിയെ ഇഷ്ടപ്പെടുക എന്നല്ല അതിനർത്ഥം. ഫബിൽ ഹഖീഖത്തി മൻ അഹബ്ബ ഷൈഅൻ അഹബ്ബ കുല്ല ഷൈഇൻ യുഹിബ്ബു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരൊരുത്തൻ ഒന്നിനെ ഇഷ്ടപ്പെട്ടുവോ അവൻ ആ അത് ഇഷ്ടപ്പെടുന്നതിനെയും അവൻ ഇഷ്ടപ്പെടുന്നു. വഹാദിഹി സീറത്തു സലഫി ഹത്താ ഫിൽ മുബാഹാത്തി വശഹവാത്തിൻ നഫ്സ്. ശരീഅത്തിന്റെ ഇച്ഛകളിലും അനുവദനീയമായ ഹലാലായ കാര്യങ്ങളിൽ വരെ സലഫ് സ്വാലിഹീങ്ങളുടെ രീതി സീറ ഇതായിരുന്നു എന്ന്. وقد قال أنس حين رأى النبي صلى الله عليه وسلم يتتبع الدباء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബാ ഒരു തരം പച്ചക്കറി, ഒരു ഫ്രൂട്ട് ആണ് എന്ന് പറയാം. ചുരക്ക എന്നൊക്കെ കാണുന്നുണ്ട് ദുബാ. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇങ്ങനെ തെരഞ്ഞെടുത്ത് തിന്ന് കണ്ടപ്പോൾ മിൻ ഹവാരി അൽ ഖസ്അതി, പാത്രത്തിന്റെ സൈഡിൽ നിന്ന്, അതായത് പാത്രത്തിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന്. അപ്പോ അന്ന് മുതൽ ഞാൻ ദുബാ ആ പഴവർഗം അത് അല്ലെങ്കിൽ പച്ചക്കറി അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്ന്. അപ്പോ ഇവിടെ ഒരു വിശദീകരണം കാണാം. ഭക്ഷണത്തിൽ ആള് സുപ്രയിലൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും അവനോട് ചേർന്ന ഭാഗത്ത് നിന്ന് തിന്നുക എന്നതാണ് സുന്നത്ത്. എന്നാൽ പഴങ്ങളിൽ അങ്ങനെയല്ല, അതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട ഭാഗത്ത് നിന്ന് കഴിക്കാമെന്നതാണ്. ഖുർആനിൽ പറഞ്ഞൊരായത്തും അതിൽ കാണാം. അതേപോലെ ഈ ദുബാഇന്റെ വിഷയത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. വഹാദൽ ഹസൻ ഇബ്നു അലി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു ജഅഫർ അതൗ സൽമ. ഇനി ഒരിക്കൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ജഅഫർ, അവരൊക്കെ കൂടി വന്നു റളിയല്ലാഹു അൻഹു. അതൗ സൽമ എന്നിവരുടെ അടുത്ത് വന്നു. സ്വഹാബി വനിതയാണ്. ഖാദിമത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സേവകയായിരുന്നു. വസഅലുഹ അൻ തസ്നഅ ലഹും തആമൻ മിമ്മാ കാന യുഅജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സേവകയോട്, സൽമാ റളിയല്ലാഹു അൻഹയോട് ഇവർ മൂന്നുപേരും ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. തത്തിമ്മത്തുൽ ഹദീസി ഹഖദ, ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, അതിന്റെ അവസാനം എങ്ങനെയാണ്? ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, യാ ബനയ്യ ലാ തസ്തതിഹൽ യൗം, ഇന്ന് നിങ്ങളത് ഇഷ്ടപ്പെടൽ കൊതിക്കല്ലേ. ഫഖാലു ബൽ ഇസ്നഈഹി ലനാ, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് വീണ്ടും അപേക്ഷിച്ചു. ഫഖാമത്ത്, അപ്പോൾ അവർ എണീറ്റു. ഫതബഖത് ശൈഅൻ മിൻ ശഈർ, കുറച്ച് ഗോതമ്പ് എടുത്തു അവർ. എന്നിട്ട് എന്ത് ചെയ്തു? വജഅലതുഹു ഫീ ഖദ്രി, ഒരു പാത്രത്തിൽ അത് വെച്ചു. സബ്ബത്ത് അലൈഹി ശൈഅൻ മിൻ സൈത്തിൻ, കുറച്ച് എണ്ണ ഒഴിച്ചു. ഫുൽഫുൽ, കുറച്ച് എന്ത് ഫുൽഫുൽ, അതായത് കുരുമുളക്. വത്തവാബുലിൻ, കുറച്ച് സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വഖറബത്ഹു ഇലൈഹിം, അവർക്ക് അത് വെച്ചു കൊടുത്തു. വകാന ഇബ്നു ഉമർ യൽബസു അൻ-നിആല സിബ്തിയത, സിബ്തി ചെരുപ്പ് നബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ധരിക്കാറുണ്ടായിരുന്നു. സുഫ്ര കൊണ്ട് ഡൈ ചെയ്യുമായിരുന്നു. ഡൈ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ വസ്ത്രത്തിൽ നിറം കൊടുക്കുന്നതിനും പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ നബി ചെയ്യുന്നത് കണ്ടതിനാൽ. വമിൻഹാ ബുഗ്ളു മൻ അബ്അദല്ലാഹു വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെ വെറുത്തവരെ വെറുക്കുക എന്നതും അതിൽപ്പെട്ടതാണ്. അതായത് അവരുടെ അപ്രവർത്തി. മുആദാതു മൻ ആദാഹ്, അവരോട് ശത്രുത പുലർത്തിയവർക്ക് ശത്രുത പുലർത്തുകയാണ്. മുജാനബത്തു മൻ ഖാലഫ സുന്നത്തഹു ബിത്തദഅ ഫീ ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിരായി പ്രവർത്തിച്ചവരും ദീനിൽ പുതിയ കാര്യങ്ങൾ ബിദ്അത്ത് ഉണ്ടാക്കിയവരും ആയ ആളുകളെ അവരെ മുജാനബത്ത്, അവരെ വിടിയുക എന്നത്. അതായത് നബി ചര്യയിലില്ലാത്ത കാര്യങ്ങൾ ദീനിൽ പുതുതായിട്ട് കൊണ്ടുവരാം. നബിദിനാഘോഷം ദീനിൽ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. നബിയോ സഹാബാക്കളോ താബികളോ ഒന്നും ചെയ്യാത്ത പ്രവൃത്തി പിൽക്കാലത്ത് വന്നൊരു സംഗതി. വസ്തിഖ്കാലുഹു കുല്ല അംരി യുഖാലിഫു ശരീഅത, അതേപോലെ ശരീഅത്തിന് വിരുദ്ധമായ കാര്യമൊക്കെ അയാൾക്ക് ഭാരമായിട്ട് കരുതുക എന്നതും അതൊന്നും അയാൾക്ക് ഇഷ്ടമല്ലാതിരിക്കുക എന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. സൂറത്ത് മുജാദല 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം തന്നെ നിനക്ക് കാണാൻ പറ്റില്ല. എങ്ങനെ? യുവാദൂന ഇഷ്ടപ്പെടുന്നവരായിട്ട് മൻ ഹാദല്ലാഹ റസൂല, അള്ളാഹുവിനെ റസൂലിനെ എതിർത്തവരെ ആയിട്ടുള്ള ഒരു ജനതയെ ഇഷ്ടപ്പെടുന്നതായിട്ട് നിനക്ക് കാണാൻ പറ്റൂല. ഓരോക്കാരും ആബാഹും ഔ അബ്നാഹും ഔ ഇഖ്വാനും ഔ അശീറത്തും, അവരിനി അവരുടെ പിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവരിൽ നിന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ ശക്തിയാൽ അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വയുദ്ഖിലുഹും, അവരെ അവൻ പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ, സ്വർഗ്ഗങ്ങളിൽ തജ്രി ഒഴുകുന്നു മിൻ തഹ്തിഹാ, അതിന്റെ താഴ്വാരത്തുകൂടി അൽ അൻഹാർ, നദികൾ, ഖാലിദീന ഫിഹാ, അതിൽ അവർ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവനെ തൊട്ട് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക, അക്കൂട്ടർ ഹിസ്ബുല്ലാഹ്, അല്ലാഹുവിന്റെ കക്ഷിയാണ്. അല, അറിയണം, ഇന്ന ഹിസ്ബല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ കക്ഷി, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്, അവരാണ് വിജയികൾ. ഇവിടെ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആളുകൾ, അവരുമായി നല്ല ബന്ധത്തിൽ തന്നെ ആവണമെന്നും, മാതാപിതാക്കള് സത്യനിഷേധികളാണെങ്കിൽ പോലും അവർക്ക് നന്മ ചെയ്യണമെന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ തന്നെ ആ വസ്തുത കാണാം, ഹദീസുകളിലും കാണാം. പക്ഷെ ഇത് യുദ്ധ സാഹചര്യത്തിൽ മാതാവാണ് പിതാവാണ് എന്നതുകൊണ്ട് അവർക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ സ്നേഹ കാരണമോ റസൂലിന് അതേപോലെ സഹാബാക്കൾക്ക് ഇസ്ലാമിന് എതിരായിട്ടുള്ള കാര്യം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ അവരുടെ പ്രിയങ്കരായിട്ടുള്ള ആളുകളെ കൊന്നു. ഇങ്ങനെ വെറുതെ പോയി കൊല്ലല്ല മുസ്ലിങ്ങളെ. യുദ്ധ സാഹചര്യത്തിലെ കാര്യമാണ് പറയുന്നത്. നബിയുടെ തൃപ്തിയിൽ അവരെന്ത് ചെയ്തു? അവരുടെ പിതാക്കളെയും മക്കളെയും കൊന്നു. മിസാൽ ഉദാഹരണം, അബൂ ഉബൈദ ബിനുൽ ജറാഹ് ഖതല വാലിദഹു ഫി ബദർ. ബദർ യുദ്ധത്തിൽ അബൂ ഉബൈദ ബിനുൽ ജറാഹ് അദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്നു. ഉമറു ഖതല ഖാലഹു അൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖാലി അമ്മാവനെ ആസ് എന്നവരെ കൊന്നു. മുസ്അബ് ബിനു ഉമൈർ ഖതല അഖാഹു, മുസ്അബ് ബിനു ഉമൈർ അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നു. ഇതൊക്കെ യുദ്ധങ്ങളിലാണ്, അല്ലാതെ വെറുതെ പോയിട്ട് ഇങ്ങനെ അവരെ കൊല്ലുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. وقال له عبد الله بن أبي എന്നവർ പറഞ്ഞു നബിയോട്, താങ്കൾ ഉദ്ദേശിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ തലയെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഉദ്ദേശിക്കുന്ന അബാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബൈ എന്നവര് സഹാബാക്കളിൽപ്പെട്ട ഖലീസീങ്ങളായിട്ട് സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് മുനാഫിക്കുകളുടെ നേതാവ് ആയിരുന്നു, കപടവിശ്വാസികളുടെ നേതാവ് ആയിരുന്നു എന്നതാണ്. ഇനി 8ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അതിൽപ്പെട്ടതാണ് ഖുർആൻ അല്ലദീ അതാ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആൻ അതിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായിട്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കത് എത്തിച്ചേരുന്നത്. വഹദാ ബിഹി, ആ ഖുർആൻ കൊണ്ട് നബി വഴി നടത്തി. വഹ്തദ, സ്വയം അത് ഉൾക്കൊള്ളുകയും ചെയ്തു നബി. വതഖല്ലഖ ബിഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗമാക്കി, സ്വഭാവമാക്കി. ഹത്താ ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് വരേക്കും പറഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയുന്നതിലേക്ക് നയിച്ചു പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കണ്ടപ്പം ജീവിതം ഖുർആനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി. കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ കുറിച്ച് പറഞ്ഞു. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആനായിരുന്നു.
അഥവാ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം സൂറത്തുൽ ഖലം 3-ാമത്തെ ആയത്തിന്റെ തഫ്സീർ. നിശ്ചയം താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ്. ഇനി ഖുർആനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യൽ, തിലാവത്ത് ആണ്. വൽ അമലു ബിഹി, ഖുർആൻ പ്രകാരം പ്രവർത്തിക്കലാണ്. വതഫഹ്മുഹു, അത് ഗ്രഹിക്കലുമാണ്. വയുഹിബ്ബു സുന്നതഹു വയഖിഫു ഇൻദ ഹുദൂദിഹാ, വിശ്വാസം വേണ്ടി ചര്യ ഇഷ്ടപ്പെടലും അതിൻ്റെ അതിരുകൾ അല്ലെങ്കിൽ ഹുദൂദ് പരിധികൾ പാലിക്കലുമാണ്. ഖാല സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് എന്നവർ പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാ ഹുബ്ബുൽ ഖുർആൻ, അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ അടയാളം ഖുർആനോടുള്ള ഹുബ്ബാണ്. വഅലാമത്തു ഹുബ്ബിൽ ഖുർആൻ, ഖുർആനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. വഅലാമത്തു ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുസ് സുന്ന, നബി ചര്യ സുന്നത്ത് ഇഷ്ടപ്പെടലാണ്. വഅലാമത്തു ഹുബ്ബിസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഇഷ്ടപ്പെടുക എന്നതിന്റെ അടയാളം ഹുബ്ബുൽ ആഖിറ, പരലോകം ഇഷ്ടപ്പെടലാണ്. വഅലാമത്തു ഹുബ്ബിൽ ആഖിറ, ആഖിറ ഇഷ്ടപ്പെടുക എന്നതിന്റെ അടയാളം ബൂദു ദുനിയ, ദുനിയാവിനെ ഇഷ്ടപ്പെടാതിരിക്കലാണ്. അതായത് ദുനിയാവിനോടുള്ള വിരക്തി, ദുനിയാവിന് ഒന്നും വേണ്ട എന്നുള്ളതല്ല, ദുനിയാവിന് വേണ്ടിയിട്ട് പരലോകം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാകാതിരിക്കാന്നുള്ളതാണ്. അപ്പൊ അലാമത്ത് ബൗദി ദുനിയ, ദുനിയാവിനോട് വിരക്തിയുടെ അടയാളം എന്ത്? അല്ല യദ്ദഖറ മിൻഹ, ദുനിയാവിനൊന്നും സൂക്ഷിച്ചു വെക്കാതിരിക്കലാണ്. ഇല്ല സാദമുബുൽഖത്തനില്ല ആഖിറ, ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളല്ലാതെ. അപ്പോൾ ആഖിറത്തിലേക്കുള്ള വിഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇബാദത്ത് ചെയ്യണമെങ്കിലൊക്കെ ശരീരം നന്നായി ഇരിക്കണം, ആരോഗ്യം വേണം, നോമ്പ് നോൽക്കണമെങ്കിൽ ആരോഗ്യം വേണം. അങ്ങനെ അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യം എന്ന നിലക്ക് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്, ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറത്ത് ആയിരിക്കണം. ആഖിറത്ത്, പരലോകത്ത് പിന്നെ ശാശ്വതമായ സ്വർഗജീവിതം എന്നത്. കമാ ഖാല അബുൽ അത്താഹിയ കവി പറഞ്ഞതുപോലെ, പാടിയ പോലെ, യക്ഫീക മിമ്മാ തബ്തഗീൽ ഖൂതു മാ അക്സറുൽ ഖൂതി ലിമൻ യമൂതു. യക്ഫീക, നിനക്ക് മതിയാകും, അവന് മതിയാകും. മിമ്മാ തബ്തഗീ, അല്ലെ യക്ഫീക, നിനക്ക് മതിയാവുന്നതാണ്. മിമ്മാ തബ്തഗീൽ ഖൂതു, നീ ഇഷ്ടപ്പെടുന്നതിൽ, അൽ ഖൂത്ത്, കൂത്ത് വിഭവം അല്ലെങ്കിൽ ഭക്ഷണം മതിയാകും. മാ അക്സറുൽ ഖൂതി ലിമൻ യമൂതു, മരിക്കുന്ന ആൾക്ക് ഇതിനാണ് അധികം ഭക്ഷണം. കുറേ അധികം ഉണ്ടായിട്ട് കാര്യമില്ല, അവന് പറ്റുന്നല്ല കഴിക്കുള്ളൂ. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസ്അലു അഹദുൻ അൻ നഫ്സിഹി ഇല്ലൽ ഖുർആൻ, ഒരാളും സ്വന്തത്തെ പറ്റി, സ്വന്തം ഏത് നിലപാടിലാണ് അവൻ എന്നതിന് ഖുർആനുമായി അവൻ ബന്ധപ്പെട്ട അവന്റെ നിലപാട് എന്ത് എന്നതെല്ലാം ചോദിക്കേണ്ടതില്ല. അപ്പൊ ഇൻകാന യുഹിബ്ബുൽ ഖുർആൻ, അവൻ ഖുർആൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടു എന്നതാണ്. വമിൻ അലാമത്തി ഹുബ്ബിഹി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരാളുടെ ഇഷ്ടത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഷഫഖത്തുഹു അലാ ഉമ്മത്തിഹി, ഉമ്മത്തിനോടുള്ള അയാളുടെ വാത്സല്യം, വനുസ്ഹുഹു ലഹും, ഉമ്മത്തിനോടുള്ള നസീഹത്ത്, ഗുണകാംക്ഷ, വസഅയുഹു ഫി മസാലിഹി, ഉമ്മത്തിന്റെ നന്മകളിൽ, നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ, വറഫ്ഉൽ മദാരി അൻഹും, ഉമ്മത്തിന് വരുന്ന ഉപദ്രവങ്ങൾ തടയല്, കമാ കാന ബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഅ്മിനീന റഊഫർ റഹീമ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് റഊഫും റഹീമുമായിരുന്നു എന്നതുപോലെ. വമിൻ അലാമത്തി തമാമി മഹബ്ബത്തിഹി, ഇനി നബിയോടുള്ള മഹബ്ബത്തിന്റെ പൂർണ്ണതയുടെ അടയാളം എന്ന് പറയുന്നത് സുഹുദു മുദ്ദഇഹ ഫി ദുനിയ, അതായത് ഐഹിക ലോകത്ത് ദുനിയാവിനോട് സുഹുദുള്ളവരാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫഖ്റു, ദാരിദ്ര്യത്തിന് മുൻഗണന നൽകലാണ്. വത്തിസാഫുഹി, അതുകൊണ്ട് വസ്ഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നേടാൻ പാടില്ല എന്നതല്ല, ഹലാലായ സമ്പാദ്യം ഉണ്ടാകരുത് എന്നതല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിന് മുൻഗണന കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സുഹുദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ റഹിമഹുല്ലാഹ് പാടിയതായിട്ട് കാണാം. വസ്ഹദ്, നീ സുഹുദുള്ളവനാകണം ദുനിയാവിനോട്.
അതാ അതെന്ന് പറഞ്ഞാൽ ഫഖദുൻ വസുഹദ് അതാ ഫഖദുൻ അലാഖത്ത കൽബിക്ക, നിന്റെ ഹൃദയബന്ധം ദുനിയാവിനോട് ഒഴിവാക്കലാണ്. ലാ ഫഖദുൻ ലഹു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് അല്ലെങ്കിൽ ദുനീവിയായ സമ്പത്ത് ഇല്ലാതാകലല്ല, ഇല്ലാതാക്കലുമല്ല, എങ്കിൽ നീ ബുദ്ധിമാനാകുന്നതാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം. ഇനി സുഹരി എന്നവര് അദ്ദേഹം ചോദിക്കപ്പെട്ടു അനി സുഹദ്, സുഹദിനെ സംബന്ധിച്ച്. ഫഖാല, അദ്ദേഹം പറഞ്ഞു അല്ലാ യഗ്ലിബൽ ഹലാലു ശുക്റഹു വലൽ ഹറാമു സബ്റഹു. ഇതാണ് ചുരുക്കം. ഹലാല് അതായത് അനുവദനീയമായ കാര്യം അള്ളാഹുവിനോടുള്ള ശുക്ർ ഇല്ലാതാക്കരുത്, അതിനെ അതിജയിക്കരുത്. അതേപോലെ ഹറാമായ കാര്യം അയാളുടെ ക്ഷമയെ നശിപ്പിക്കുകയും ചെയ്യരുത് എന്ന്. അപ്പോൾ അനുവദനീയമായ കാര്യമാണ്, പക്ഷെ അതിൽ മുഴുകിയിട്ട് അള്ളാഹുവിനോടുള്ള ശുക്ർ ഇല്ലാതാകരുത്. ഹറാമായ കാര്യം കാരണം അവന്റെ ക്ഷമ ഇല്ലാതാവുകയും ചെയ്യരുത്. ഫഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഫഖറ ഇലാ മൻ യുഹിബ്ബുനി മിൻകും അസ്റാ മിന സൈരി മിൻ അയലൽ വാദി അവൽ ജബലി ഇലാ അസ്ഫലി. എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നവരിലേക്ക് ലാളിത്യം ദാരിദ്ര്യമൊക്കെ എത്തുന്നത് താഴ്വരയുടെയോ മലയുടെയോ മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തെക്കാൾ വേഗത്തിലായിരിക്കുമെന്ന്. മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹിബ്നു മുഅഫ്ഫൽ എന്നവര് ഖാല റജുലുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉഹിബ്ബുക, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഫഖാൽ ഉൻദുർ മാദാ തഖൂൽ, നീ എന്താണ് പറയുന്നത്, നീ നോക്കണം, പരിശോധിക്കണം. ഖാല വല്ലാഹി ഇന്നി ഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. സലാസ മററാത്ത്, 3 തവണയാണ് അദ്ദേഹം അത് പറഞ്ഞു. ഖാല, നബി പറഞ്ഞു, ഇൻ കുൻത തുഹിബ്ബുനി, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫഅഇദ്ദ ലിൽ ഫഖർ തിജ്ഫാഫ, എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം, ദാരിദ്ര്യത്തിനായി കവചമൊരുക്കുക, അതായത് പരീക്ഷണങ്ങൾക്ക് തയ്യാറായിരിക്കുക എന്ന്. ഒരു പരീക്ഷണം ഇല്ലാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്നതാണ്. അബി സഈദ് മാന, നേരത്തെ പറഞ്ഞ അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിന്റെ ആശയം പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു, ഇന്നൽ ഫഖറ ഇലാ മൻ യുഹിബ്ബുനി മിൻകും അസ്റഉ മിനൽ സൈലി മിൻ അലൽ വാദി എന്ന് പറഞ്ഞു. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.